ഒരു ഇടപെടലാണ്. ആ ഇടപെടൽ കാരണം പരീക്ഷാ കേന്ദ്രം മാറ്റി. അതായത് താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ, ഈ കൊടും ക്രിമിനലുകളായ വിദ്യാർത്ഥികൾ അവിടെ പരീക്ഷ എഴുതുന്നതിന് പകരം അവരുടെ സെന്റർ മാറ്റി, അതായത് വെള്ളിമാട് കുന്നിലെ ഒരു കേന്ദ്രത്തിലേക്ക് മാറ്റി, NGO ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് മാറ്റിയത്. അത്തരം ഒരു ഘട്ടത്തിലാണ് KSU വീണ്ടും പ്രതിഷേധവുമായി എത്തിയത്. കാലത്ത് തന്നെ അവരുടെ പ്രതിഷേധം ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വെള്ളിമാട് കുന്നിലെ ജുനൈൽ ജസ്റ്റിസ് ഹോമിന്റെ പ്രധാന കവാടത്തിലായിരുന്നു. വലിയ സുരക്ഷാ ക്രമീകരണം പോലീസ് ഒരുക്കിയതുകൊണ്ട് അവർക്ക് അകത്തേക്ക് കയറാൻ സാധിച്ചില്ല. ഏതാണ്ട് 8 KSU പ്രവർത്തകർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും. പാർക്കിനകത്താണ് കെയർ ഹോം ഉള്ളത്. അവിടെയാണ് ഈ ഷഹബാസിനെ മർദ്ദിച്ച 5 വിദ്യാർത്ഥികളെ പാർപ്പിച്ചിരിക്കുന്നത്. അവർക്ക് പരീക്ഷ എഴുതാനുള്ള സൗകര്യം വിദ്യാഭ്യാസ വകുപ്പും പോലീസും ചെയ്തു കൊടുക്കും. കാരണം അത് അവരുടെ അവകാശമാണ് പരീക്ഷ എഴുതുക എന്നുള്ളത്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അതിനുള്ള ഓർഡർ നൽകിയിട്ടുണ്ട് പിള്ളേർക്ക് പരീക്ഷ എഴുതാനുള്ളത്. അതോടുകൂടി ഭാര്യ കിടന്നിട്ട് കണ്ണു തുറക്കാത്ത അവസ്ഥയിലാണ് കാണുന്നത്. അതുകൊണ്ട് നമ്മളും തളർന്നൊരു കഷ്ടത്തിലാണ് നിൽക്കുന്നത്. എൻ്റെ മകൻ ഇന്ന് രാവിലെ അണിഞ്ഞൊരുങ്ങി എക്സാമിന് റെഡിയായി പോകേണ്ടതായി. അതുകൊണ്ട് നമ്മൾ വളരെയേറെ വിഷമത്തിലാണ്. നീതിപീഠത്തിലുണ്ടായ പൂർണ്ണ വിശ്വാസം നമുക്കിന്നുണ്ട്. പക്ഷേ ഇത് സാധാരണഗതി SLC പരീക്ഷയിൽ കോപ്പി അടിച്ചാൽ അവരെ മാറ്റി നിർത്താറാണുള്ളത്. ഒരു കൊലപാതകിയായ ആളുകൾക്ക് ഈ ഘട്ടത്തിൽ എക്സാം എഴുതാൻ കൊടുക്കുക എന്നാണ് വളരെയേറെ നമ്മളെ മനസ്സിൽ സത്യമായി. കഴിഞ്ഞ ദിവസം തൊട്ട് 10ാം ക്ലാസ്സിൻ്റെയൊക്കെ എക്സാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കുറേയധികം കുട്ടികൾ പഠിച്ച് പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്താണ് ഈ ദിവസം പരീക്ഷ എഴുതേണ്ട ഷഹബാസ് എന്ന് പറഞ്ഞൊരു കുട്ടി മരണപ്പെട്ടത്. അവരെ കൊന്നവന്മാർ എന്ത് ചെയ്യുന്നു? എക്സാം എഴുതുകയും ചെയ്യുന്നു. എന്തായാലും നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്ന് എക്സാം എഴുതുമ്പോഴത്തേന് നോക്കി കോപ്പി അടിക്കുക, എന്തെങ്കിലും ചീറ്റിങ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷത്തേനൊക്കെ നമുക്ക് എക്സാം എഴുതാത്ത രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്ത് കളയും. പക്ഷെ കൊന്നു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് എക്സാം എഴുതാം. അതിനൊന്നും ഇവിടെ അവകാശമൊക്കെ ഉണ്ട്. അത് കുഴപ്പമില്ല. കോപ്പി അടിച്ചാൽ തെറ്റാ, ബട്ട് നമുക്ക് ആരെയും കൊല്ലാം, അതിന് കുഴപ്പമൊന്നുമില്ല. പിള്ളേർ മറ്റേ വോയിസ് ക്ലിപ്പ് അവർ ആ കൊന്നവരുടെ നേരത്തെ ലീക്കായിട്ടുണ്ടായിരുന്നു ഇവനെ അടിച്ചതിനൊക്കെ ശേഷം. നമ്മളൊക്കെ മൈനേഴ്സ് ഇല്ലേടാ, നമുക്കൊന്നും വലിയ കുഴപ്പമൊന്നും വരത്തില്ല ഇവിടുത്തെ നിയമങ്ങളൊന്നും. അത് പറഞ്ഞ അവന്മാർക്ക് അറിയായിരുന്നു. അതേ കണക്കിന് നടന്നിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസം അവന്മാർ എക്സാം എഴുതുകയും ചെയ്തിട്ടുണ്ട്. അതിൽ എതിരെ ഉണ്ടെങ്കിൽ ഭയങ്കര പ്രതിഷേധമൊക്കെ ആയിട്ട് പാർട്ടി വന്നിട്ടുണ്ടായിരുന്നു. അവരെയാണ് പോലീസിന് അറസ്റ്റ് ചെയ്ത് മാറ്റുന്നത്. ഇവർ ഭയങ്കരമായിട്ട് പ്രതിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്തേക്കുവാണ്. എന്താണ് ഇവിടുത്തെ നിയമം? ഒരു പയ്യനെ കൊന്നിട്ട് അവനും ഇതേ കണക്ക് എക്സാം എഴുതേണ്ടതായിരുന്നു. അവന് അതൊന്നും പറ്റിയില്ല. പക്ഷേ അവനെ കൊന്നവർക്ക് എക്സാമൊക്കെ എഴുതാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചീറ്റ് ചെയ്ത, പക്ഷേ എക്സാം കോപ്പി അടിക്കുക എങ്ങാനും ചെയ്ത് അങ്ങനെ കള്ളത്തരം എന്തായാലും കാണിച്ചു കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എക്സാം എഴുതാൻ പറ്റില്ല. അത് ഭയങ്കര തെറ്റാണ്. പക്ഷേ നിങ്ങൾക്ക് കൊല്ലാം. അങ്ങനത്തെ ഉള്ള അവസ്ഥയാണ് നമ്മുടെ കേരളത്തിൽ. എന്താണ് നമ്മുടെ നാട്ടിലെ നിയമമൊന്നും മനസ്സിലാവുന്നത്? നിങ്ങൾ ആ ഒരു ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ തന്നെ ആ ഒരു കുട്ടിയുടെ ഷഹബാസിൻ്റെ അച്ഛൻ പറയുന്ന കേട്ടത് ഭയങ്കര വിഷമമുണ്ട്. ആ ഒരു കുട്ടിയുടെ അമ്മ എന്നെ ഭയങ്കരമായിട്ട് അത് അറിഞ്ഞപ്പോൾ വേദനിക്കുന്നുണ്ട്. ആ ഒരു കുട്ടി ഇതേ കണക്ക് എക്സാം എഴുതേണ്ട തലേ ദിവസം അതുപോലും നടന്നിട്ടില്ലേ? അവർ എഴുതുന്നതിന് എല്ലാ സപ്പോർട്ടും ഉണ്ട്. കാരണം അതിന് അവകാശമുണ്ടെന്ന്, അവർക്ക് എക്സാം എഴുതാൻ അവകാശമുണ്ടെന്ന്. ആ ഒരു കുട്ടി മരിച്ചുപോയ ഷഹബാസ് എന്ന് പറഞ്ഞ ആ കുട്ടിക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അത് കളഞ്ഞ് അവർക്ക് അവർക്ക് എക്സാം എഴുതാറുണ്ട്. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അവർക്ക് കറക്റ്റായിട്ടുള്ള ശിക്ഷയാണ് കൊടുക്കേണ്ടത്. അത് കുറച്ച് കഴിഞ്ഞ് ആ ഒരു പയ്യനെ അത്ര ക്രൂരമായിട്ടാണ് അടിച്ചു കൊന്നതിന് ശേഷം കുറച്ച് ദിവസങ്ങളായപ്പോൾ എക്സാമിന് അവരെ വിടുകയും ചെയ്യുന്നു. എന്ത് തരത്തിലുള്ള നിയമമാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇത്രയും ക്രൂരമായിട്ടുള്ള കുറ്റങ്ങൾ ചെയ്തവരെയൊക്കെ ഇത്രയും അവർക്ക് വേണ്ട അവർക്ക് പരിഗണനയെന്ന് പറഞ്ഞ് അവകാശങ്ങളെന്നൊക്കെ പറഞ്ഞ് എക്സാം എഴുതുന്നു. ഇതൊന്നും ആർക്കും തടയാൻ പറ്റത്തില്ല. എന്താണ് എന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല ഇന്നത്തെ കാലത്ത്. മറ്റേ ആ പിള്ളേർ പറഞ്ഞ കണക്ക് നമുക്കൊന്നും കുഴപ്പം വരത്തില്ല. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. നമുക്കൊരു കുഴപ്പം അവർക്കൊരു കുഴപ്പമോ വരത്തില്ല. തെറ്റ് ചെയ്തവർക്ക് ചെയ്യാം, അതിനൊന്നും ഇവിടെ കുഴപ്പമില്ലെന്ന രീതിയിലാണ് ഇവിടുത്തെ നിയമം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല.